ചൂടും വർക്ക് പ്രഷറും ടെൻഷനും നീയൊക്കെ പിന്നെ മറ്റേ VVP ഇന്ത്യയിലല്ലേ അഡ്വർടൈസിങ് കമ്പനി. എന്താ സുഖമായിട്ട് AC രാവിലെ മുതൽ വൈകുന്നേരം ഇതേ ഗ്രാഫിക് ഡിസൈനറാണെന്ന് പറഞ്ഞ് എടുത്തിട്ടിരിക്കുന്നത്. എന്താ ഇവൻ്റെ പണി? നെറ്റിൽ നിന്ന് കുറച്ച് ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യുക, അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരും, ക്ലയൻറ്റ് ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞ് എടുക്കേണ്ടിരിക്കും. വെറുതെ അങ്ങനെ എടുത്ത് ചാമ്പുക. പിന്നെ ഇപ്പം നമുക്ക് അറിഞ്ഞൂടെ എല്ലാ എയും ഫോട്ടോഷോപ്പും ഒക്കെ ആണെന്നുള്ളത്. എടാ സെയിൽസ് മോമോനെ, ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് എത്ര സോഫ്റ്റ്വെയർ ആണെന്ന് നിനക്ക് അറിയാമോ? അതാണ് നമ്മളൊരു ഗ്രാഫിക് ഡിസൈനർക്ക് കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, ഇങ്ങനെ പല 100,000 സോഫ്റ്റ്വെയറുകൾ, അതിൻ്റെ ഉള്ളിലുള്ള 100 ടൂൾസ് എന്നിങ്ങനെ 100,000 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ലേ ഔട്ട്, കളർ തിയറി, കളർ സ്കീം എന്നിങ്ങനെ പല കാര്യങ്ങൾ പഠിച്ച് ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് ആണ് നമ്മൾ ഈ വർക്കുകൾ മൊത്തം ചെയ്യുന്നത്. ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാവും നെറ്റിൽ ഓൾറെഡി കിടക്കുന്നിടത്ത് അങ്ങ് വീശിയാൽ മതിയെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഓരോ ക്ലയൻറ്റിനും അവരുടേതായിട്ടുള്ള കളർ പാലറ്റും തീമും അതേപോലെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും എല്ലാം നമ്മൾ നോക്കണം. അതനുസരിച്ച് വേണം അവരുടെ ഓരോ ക്രിയേറ്റീവ്സും നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട്. അങ്ങനെ പല അഭ്യാസങ്ങളുണ്ട് പോകാൻ. പിന്നെ നീ എന്താ പറഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പണി ഭയങ്കര എളുപ്പമാണെന്നോ? വെറുതെ ക്യാമറ നോക്കി നടന്നൊന്നും ഫോട്ടോഗ്രാഫർ ആവില്ല. അതിന് നല്ല ക്ഷമ വേണം, നല്ല പ്രാക്ടീസ് വേണം. ഫ്രെയിമിങ്, ലൈറ്റിങ്, കോമ്പോസിഷൻ, ലൈറ്റ്സിനെ പറ്റി അറിയണം, ലൈറ്റ്സ് മോഡിഫയേഴ്സ്, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ്, ഇതിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ്. നീ 3 പോയിൻറ്റ് ലൈറ്റിങ്, 4 പോയിൻറ്റ് ലൈറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ 12 പോയിൻറ്റ് ലൈറ്റിംഗ് അറിയുന്നുണ്ട്. പിന്നെ ലെൻസുകളെ പറ്റി അറിയണം, അതിൻ്റെ ആപ്ലിക്കേഷൻസ് അറിയണം. പിന്നെ മുന്നിൽ നിൽക്കുന്ന മോഡലിനെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പോസ് ചെയ്യിക്കണം. ഇങ്ങനെ കുറേ കഷ്ടപ്പാടുകൾ ഞങ്ങളെല്ലാം കൂടി ചെയ്തിട്ട് ഇമാതിരി ഓരോ സാധനങ്ങൾ ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിനക്ക് ഇതിന് എന്ത് മനസ്സിലായി? എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അളിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണ എല്ലാ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഒരു നല്ല ഹാപ്പി ലേബേഴ്സ് ഡേ.